ഹലോ, ഐ എം ഹരിത, സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മുടെ ഡോക്ടർ ക്രോമാണ്. ഞാൻ പുള്ളിയുടെ സ്റ്റോറീസൊക്കെ എപ്പോഴും കാണുന്ന ഒരാളാണ്. കാരണം കൂടുതലും നമുക്ക് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ സ്റ്റോറി കണ്ടാൽ കിട്ടും. സോ ഇന്ന് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എന്നെ സ്ട്രൈക്കിംഗ് ആക്കിയ ഒരു ന്യൂസ് ആണ് ഇത്. ഒന്ന് വായിച്ചു നോക്കിക്കേ. ആത്മഹത്യാ നിരക്ക് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിനാണ് മുന്നിൽ. ശരിയല്ല? എനിക്കിത് കേട്ടപ്പോൾ വളരെ ശരിയായിട്ട് തോന്നിയത്. കാരണം പാസ്റ്റ് 3 years ആയിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി കേൾക്കുന്ന ഒരു വാക്ക്, ഒരു ന്യൂസ് ആണ് ഈ ഒരു സൂയിസൈഡ് എന്ന് പറയുന്നത്. അതെൻ്റെ ഫ്രണ്ട് സർക്കിളിലായിക്കോട്ടെ, എൻ്റെ നാട്ടിലായിക്കോട്ടെ, നമ്മുടെ കേരളത്തിലായിക്കോട്ടെ, എനിക്ക് വരുന്ന എൻ്റെ പേഷ്യൻ്റെ ഇടയിൽ നിന്നായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന ഒരു വാക്കാണ് സൂയിസൈഡ്. എന്തുകൊണ്ടാണ് എല്ലാവരും സൂയിസൈഡ് ചെയ്യുന്നത്? കാരണം പാരൻസ് വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ കുട്ടി സൂയിസൈഡ് ചെയ്യുന്നു, എക്സാമിൽ ഫെയിൽ ആയതുകൊണ്ട് വിദ്യാർത്ഥിനി സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോൺ കൊടുക്കാത്തതിൻ്റെ കാരണത്തിൽ സൂയിസൈഡ് ചെയ്യുന്നു, ബ്രേക്കപ്പ് ഇഷ്യൂസ് കാരണം സൂയിസൈഡ് ചെയ്യുന്നു. എല്ലാവരും അവർക്ക് വരുന്ന പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ് ഈ ഒരു സൂയിസൈഡ് എന്ന് പറയുന്നത്. ശരിക്കും ഈ സൂയിസൈഡ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഡെഫിനറ്റ് ആയിട്ടുമുണ്ട്. കാരണം നമ്മൾ മെൻ്റലി ഓക്കെ അല്ലാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ എന്തായാലും നമ്മൾ മരിക്കാൻ വേണ്ടി ചിന്തിക്കത്തില്ല. സോ നമ്മൾ മെൻ്റലി ഓക്കെ അല്ലാത്ത സിറ്റുവേഷനിൽ, എന്തൊക്കെ സിറ്റുവേഷൻ ആവാം, ഫാമിലി പ്രോബ്ലംസ്, റിലേഷൻഷിപ്പിൽ വരുന്ന ഇഷ്യൂസ്, പേഴ്സണൽ ഇഷ്യൂസ്, ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ്, ഇതുപോലുള്ള കുറേ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് ശരിയാണോ? ഒരിക്കലുമല്ല. കാരണം എല്ലാ പ്രശ്നത്തിനും ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് നമ്മുടെ മുന്നിൽ. പക്ഷേ നമ്മളൊരു പ്രോബ്ലത്തിൽ പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും നമ്മുടെ മുന്നിലുള്ള എൻഡ്ലെസ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള പേഷ്യൻസ് നമുക്ക് ഉണ്ടാവുന്നില്ല. ബിക്കോസ് നമ്മൾ മെൻ്റലി ഫിസിക്കലി നമ്മൾ എക്സോസ്റ്റഡ് ആണ്. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും നമ്മുടെ മുന്നിലുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള പേഷ്യൻസ് നമുക്ക് ഉണ്ടാവുന്നില്ല. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലാണ് ഓക്കെ സൂയിസൈഡ് ചെയ്തേക്കാം എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ലെറ്റ്സ് എൻഡ് എവറിത്തിങ്. ദ ഫീലിംഗ് ഈസ് ഹോപ്പ്ലെസ്നെസ്. പ്രതീക്ഷയില്ല, ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല, മടുത്തു, എന്തിന് ജീവിച്ചിട്ടെന്തിന്, ഇതുപോലെയുള്ള റാൻഡം ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വരികയും അത് നമ്മളെ ആത്മഹത്യയിലേക്ക്, സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പൺ ടോക്ക്. ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം, അത് നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോട്, മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഓർ പാരൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ്. അതും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് സൈക്കാട്രിസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, ഒരുപാട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു മെൻ്റൽ ഹെൽത്ത്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ, ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ചോദിക്കാം. സർ, ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്രശ്നം, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ സൂയിസൈഡ് അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. ഈ ഒരു പ്രശ്നത്തിന് ഞാൻ എന്ത് ചെയ്യണം? ജസ്റ്റ് ഫ്രീ ടു ആസ്ക്. നിങ്ങൾ ചോദിക്കുക. എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിൽ, ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആണോ, എന്താണോ പ്രശ്നം, അതിൽ നിങ്ങളെ എക്സിറ്റ് എടുപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെ, ആ ഒരു പ്രശ്നത്തിനെ കോപ്പപ്പ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ഹെൽപ്പിംഗ് ഹാൻഡ്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അല്ലാതെ പ്രശ്നത്തിലുള്ള പരിഹാരം സൂയിസൈഡ് ആണെന്ന് വെച്ച് നിന്നാൽ നമ്മുടെ ചുറ്റിലും നിൽക്കുന്ന ഒരു സൊല്യൂഷൻസിനും നമുക്ക് കാണാൻ പറ്റില്ല. സോ ഇതുപോലുള്ള തോട്ട്സ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആരോടെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിൽ, അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണെങ്കിൽ ബെറ്റർ. കാരണം മേ ബി ഈ ഒരു കാര്യം പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ എന്നെ കാണുന്നില്ലൊരു ചിന്തയും കാര്യങ്ങളുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണുന്നത് നല്ലതാണ്. ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ അല്ല ഈ ഒരു സൂയിസൈഡ് എന്ന് പറയുന്നത്. ആൻഡ് വൺ തിങ്, സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രോബ്ലത്തിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ നിങ്ങൾക്കൊരു എക്സാം ഫെയിൽ ആയാൽ നിങ്ങൾക്ക് സപ്ലി എഴുതിയെടുക്കാം. എന്തെങ്കിലും ഒരു കാര്യം പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വാങ്ങാം. പക്ഷെ നമ്മുടെ ലൈഫ്, നമ്മുടെ ശ്വാസം നിന്ന് കഴിഞ്ഞാൽ അത് നിന്നതാണ്, നമുക്ക് പിന്നെ കിട്ടത്തില്ല. സോ ലൈഫ് നമുക്കൊന്നേ ഉള്ളൂ.
2025 ആയി, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. സോ അത് എക്സ്പീരിയൻസ് ചെയ്യുക. വരുന്ന പ്രോബ്ലത്തിന് അതിൻ്റെ സൊല്യൂഷൻസ് ഏതാണ് ബെറ്റർ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക. സ്വന്തമായിട്ട് നമുക്ക് ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ പറ്റുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വരികയാണെങ്കിൽ നിങ്ങൾ തന്നെ അവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആവുക. ഇതുപോലുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ അവരെ ലീഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി അവർക്കൊരു സപ്പോർട്ടും കാര്യങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുവാണെങ്കിൽ മേ ബി അവർക്കും ഇതുപോലെ തോട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി ഇത് എഫക്റ്റീവ് ആയിരിക്കും. ആൻഡ് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. കാരണം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഒരാളുടെ ഉള്ളിൽ സൂയിസൈഡ് തോട്ട്സ് ഉണ്ട്, അവർ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണെന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു കുറച്ച് സൈനും അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എനിവേ താങ്ക് യു സോ മച്ച് ഡോക്ടർ ക്രോം. കാരണം നിങ്ങളുടെ ഒരു സ്റ്റോറിയാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ജസ്റ്റ് ഒരു ഇൻസൈറ്റുള്ള ഒരു കാര്യം പ്രൊവൈഡ് ചെയ്തത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ആൻഡ് വൺ മോർ തിങ്, സൂയിസൈഡ് അല്ല എല്ലാ പ്രശ്നത്തിൻ്റെയും സൊല്യൂഷൻ, ഒരിക്കലുമല്ല സൊല്യൂഷൻ.